ഇന്ന് ഞാനൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മളൊരു കുക്കറാണ് എടുക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സ്പൈസസൊക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പിടാം, അതിനുശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിടാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഇടുന്നത് ഓരോ റൈസിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ കുറച്ച് മീറ്റ് മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒരു 2 തക്കാളി വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചതാണ്. അതുകൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് ജസ്റ്റ് ഒറ്റ വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കണേ. കുക്കർ ഓഫ് ചെയ്തൊരു 15 മിനിറ്റിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി എന്ന് മനസ്സിലാവും. നമുക്ക് തുറക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അരിയൊക്കെ നല്ല വിട്ട് നല്ലോണം ഇരിക്കുന്നുണ്ട്, കുഴഞ്ഞു പോയിട്ടില്ല. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം ആട്ടോ എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മല്ലിയില തൂക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ വെറുതെ ഒന്ന് കുക്കർ അടച്ച് വെച്ചേ. അപ്പോഴേക്കും ഈ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് റൈസിൽ ഇറങ്ങി ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇനി ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ജസ്റ്റ് കേർഡും കുറച്ച് സവോളയും ഒരു പുഴുങ്ങിയ മുട്ടയും അതേപോലത്തെ ഒരു കറിയും കൂടി ആട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.